തീപ്പൊള്ളൽ മൂലമുള്ള അപകടങ്ങൾ നമ്മുടെ വീടുകളിലൊക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. പൊള്ളൽ പലതരത്തിലുണ്ടാകാം. അതിൻ്റെ കാഠിന്യമനുസരിച്ച് നമ്മൾ പൊള്ളലിനെ ഫസ്റ്റ് ഡിഗ്രി, സെക്കൻഡ് ഡിഗ്രി, തേർഡ് ഡിഗ്രി ഇങ്ങനെ 3ആയി തിരിച്ചിട്ടുണ്ട്. സാധാരണ ഫസ്റ്റ് ഡിഗ്രിയാണ് ഏറ്റവും വളരെ കുറവായിട്ടുള്ള അപകടം സംഭവിക്കുന്നത് ഫസ്റ്റ് ഡിഗ്രി ബേൺസിലാണ്. ഇപ്പോൾ എന്തെങ്കിലും വളരെ ചൂടുള്ള പ്രതലത്തിൽ നമ്മൾ പെട്ടെന്നൊന്ന് ദോശച്ചട്ടിയോ അല്ലെങ്കിൽ ചൂടുള്ള എന്തെങ്കിലും പാത്രത്തിൽ അല്ലെങ്കിൽ ഇസ്തിരിപ്പെട്ടി ചൂടായിരിക്കുന്നതിൽ എന്തെങ്കിലും പെട്ടെന്നൊന്ന് തൊട്ട് പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡിഗ്രി ബേൺസ് ഉണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ ആവി, ചൂടുള്ള വെള്ളം തിളയ്ക്കുമ്പോഴൊക്കെ വരുന്ന ആവിയിൽ ബ്രീഫായിട്ട് കൈ പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് ഡിഗ്രി ബേൺസ് ഉണ്ടാവാം. ഫസ്റ്റ് ഡിഗ്രി ബേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അധികം സ്ഥലത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചികിത്സിക്കാൻ പറ്റുന്നതാണ്. ഈ ഫസ്റ്റ് ഡിഗ്രി ബേൺസിന് വേറൊരു കാരണം, ഇപ്പോൾ ഒരുപാട് നേരം നല്ല ചൂടുള്ള വെയിലത്ത് നമ്മൾ വെയിൽ കൊള്ളുകയാണെന്നുണ്ടെങ്കിലും, പ്രത്യേകിച്ചും വെളുത്ത തൊലിയുള്ള ആളുകൾക്ക്, അതായത് വെസ്റ്റേണേഴ്സിനൊക്കെ ഒരുപാട് ഈ സൺബേൺസ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫസ്റ്റ് ഡിഗ്രി ബേൺ ആണ്. അത് എക്സ്റ്റെൻസീവായിട്ട് ഇല്ല, വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ ഫസ്റ്റ് ഡിഗ്രി ബേൺ എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അതിന് വേണ്ട ചികിത്സ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഡിഗ്രി ബേൺസിൽ പൊള്ളലേറ്റ സ്ഥലത്ത് ചെറിയ തോതിലൊരു ചുമന്ന നിറവും നല്ല ശക്തിയുള്ള വേദനയും അനുഭവപ്പെടും. പൊള്ളിയ ഉടനെ തന്നെ ടൈറ്റായിട്ടുള്ള തുണികൾ വല്ലതുണ്ടെങ്കിൽ ഉടനെ നീക്കം ചെയ്യണം. ആഭരണങ്ങൾ എന്തെങ്കിലും ആ ഭാഗത്തുണ്ടെങ്കിൽ അതും നമ്മൾ അഴിച്ചു മാറ്റണം. കാരണം അത് വീക്കം വരാൻ സാധ്യതയുണ്ട്. പിന്നീട് അത് മാറ്റാൻ വിഷമമായിരിക്കും. പൊള്ളിയ ഉടനെ തന്നെ നമ്മൾ പൊള്ളിയ ഭാഗം ഒരു പൈപ്പിൽ തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കാനോ അല്ലെങ്കിൽ പൈപ്പിൻ്റെ അടിയിൽ ഒരു 5-10 മിനിറ്റ് വേദന മാറുന്നത് വരെ മുക്കി വയ്ക്കാനോ ശ്രദ്ധിക്കേണ്ടതാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂടുതൽ ടിഷ്യൂവിനുള്ള ഡാമേജ് ഒഴിവാക്കാൻ സാധിക്കും. ഐസോ അല്ലെങ്കിൽ ഐസ് വാട്ടറോ ഇതിന് ഉപയോഗിക്കാൻ പാടില്ല. കാരണം തൊലിക്ക് കൂടുതൽ അപായം സംഭവിക്കാൻ ഇടയുണ്ട് ഐസ് വാട്ടർ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ. എന്നിട്ട് മെല്ലെ അത് വെള്ളത്തിൽ വെച്ച ശേഷം എടുത്ത് മെല്ലെ ഉപ്പിയിട്ട്, ചെറിയ പൊള്ളലൊക്കെ ഉള്ളൂന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ആൻറ്റിബയോട്ടിക് ക്രീം അപ്ലൈ ചെയ്യാം. ഈ ഫസ്റ്റ് ഡിഗ്രി ബേൺസൊക്കെ 1-2 ദിവസത്തിനുള്ളിൽ ആ തൊലി പോയി നല്ല തൊലി വരും. അതിന് വലിയ സ്കാറിങ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതിനേക്കാളും കൂടുതലായിട്ട് സെക്കൻഡ് ഡിഗ്രി ബേൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഫസ്റ്റ് ഡിഗ്രിയിലാണെങ്കിൽ ഈ തോലിൻ്റെ ഏറ്റവും മുകളിലത്തെ ടോപ്പ് ലെയർ മാത്രമേ പൊള്ളുന്നുള്ളൂ. സെക്കൻഡ് ഡിഗ്രി ബേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെ തൊലിക്ക് ഡാമേജ് ഉണ്ടാവും. അപ്പോൾ അതിൽ ഈ ബ്ലിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് പൊള്ളമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. ചുമന്ന നിറം ഉണ്ടാകും, ഇങ്ങനെ പൊള്ളി വരും. അത് നല്ല ശക്തിയുള്ള വേദനയുണ്ടാകും സെക്കൻഡ് ഡിഗ്രി ബേൺസിൽ. കുറച്ചും കൂടെ നേരം കൂടുതൽ കോണ്ടാക്റ്റ് ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റായിട്ട് തീജ്വാലയിൽ നമ്മൾ കയ്യോ ശരീരഭാഗങ്ങൾ ഏതെങ്കിലും വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ആവി കൊണ്ടൊക്കെ പൊള്ളുന്നത്, അല്ലെങ്കിൽ രാസപദാർത്ഥങ്ങൾ, നല്ല ശക്തിയുള്ള രാസപദാർത്ഥങ്ങൾ ദേഹത്തിലാവുന്നത് വഴിയെല്ലാം ഈ സെക്കൻഡ് ഡിഗ്രി ബേൺസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അത് വരികയാണെന്നുണ്ടെങ്കിലും ഈ ആദ്യം പറഞ്ഞ മാതിരി ആഭരണങ്ങളും വസ്ത്രമൊക്കെ ആ ഭാഗത്തുനിന്നും നീക്കം ചെയ്യണം. എന്നിട്ട് പൊള്ളലേറ്റ ഭാഗം തണുത്ത വെള്ളത്തിൽ മുക്കി വെക്കണം. തണുത്ത വെള്ളത്തിൽ ഒരു 10-15 മിനിറ്റ് മുക്കി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ വേദനയ്ക്ക് നല്ല ശമനം ലഭിക്കുന്നതാണ്. ബ്ലിസ്റ്റേഴ്സ്, അതായത് ഈ പൊള്ളലുകളൊന്നും നമ്മൾ പൊട്ടിക്കാൻ പാടില്ല. പൊട്ടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടിയിലെ തൊലി എക്സ്പോസ്ഡ് ആയിട്ട് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതകളുണ്ട്. എന്നിട്ട് ഒരു ചെറിയ ആൻറ്റിബയോട്ടിക് ക്രീം എന്തെങ്കിലും ഉണ്ട്, ഓയിൻമെൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് ലൂസായിട്ടുള്ള ഒരു ബാൻഡേജ് നമ്മൾ കെട്ടാം. എന്നിട്ട് ആസ്പത്രിയിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിക്കാം. ഇത് സെക്കൻഡ് ഡിഗ്രി ബേൺസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. തേർഡ് ഡിഗ്രി ബേൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഏറ്റവും സീരിയസ് ആയിട്ടുള്ള ബേൺസ് ആണ് തേർഡ് ഡിഗ്രി ബേൺസ്. അതായത് തൊലിയുടെ മുഴുവൻ ഭാഗവും അതിൽ പൊള്ളലേൽക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളിലുള്ള ടിഷ്യൂസൊക്കെ അത് പുറത്ത് എക്സ്പോസ്ഡ് ആവാനുള്ള സാധ്യതയുണ്ട്. ഇത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു അവസ്ഥയാണിത്. കാരണം ഒരുപാട് രക്തത്തിൽ നിന്ന് ഉള്ള ഫ്ലൂയിഡ്സ്, ദേഹത്തിലുള്ള ഒരുപാട് ഫ്ലൂയിഡ്സ് നഷ്ടപ്പെടുന്നത് മൂലം തേർഡ് ഡിഗ്രി ബേൺസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഷോക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഷോക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രക്തസമ്മർദ്ദം എല്ലാം കുറഞ്ഞിട്ട് വേണ്ട പ്രധാനപ്പെട്ട അവയവങ്ങളിലേക്കുള്ള രക്തപ്രവാഹം കുറയുന്നത് വഴി രോഗി ബോധമറ്റ് പോകാനുള്ള സാധ്യതകളും കൂടിയുണ്ട്. അപ്പോൾ നമ്മൾ തേർഡ് ഡിഗ്രി ബേൺസ് ആണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് തന്നെ രോഗിയെ ആസ്പത്രിയിൽ എത്തിക്കുക. അതിന് മുൻപ് നമുക്ക് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ വസ്ത്രങ്ങളിലൊക്കെ തീ പിടിക്കുന്നത് വഴി, ഇല്ലെങ്കിൽ സ്ഫോടനങ്ങൾ ഉണ്ടാവുകയാണ്, ഗ്യാസ് പൊട്ടിത്തെറിക്കുക, അല്ലെങ്കിൽ അങ്ങനെ പെട്രോൾ, മണ്ണെണ്ണയൊക്കെ കത്തുന്നത് വഴി, അത് ഒക്കെയാണ് ഈ തേർഡ് ഡിഗ്രി ബേൺസ് അധികമായിട്ടും ഉണ്ടാവാനുള്ള സാധ്യത. ഇങ്ങനെ ഇപ്പോൾ വസ്ത്രത്തിലൊക്കെ തീ പിടിച്ചിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ആ വ്യക്തിയെ ഓടാൻ അനുവദിക്കരുത്. ഓടുന്നത് മൂലം ഈ തീജ്വാല കൂടുതൽ മുഖത്തേക്കൊക്കെ വന്നിട്ട് കണ്ണുകളിലും മുഖത്തൊക്കെ പൊള്ളലേൽക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഷീറ്റോ അല്ലെങ്കിൽ ഒരു ചാക്കോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൊള്ളലേറ്റ പൊള്ളിക്കൊണ്ടിരിക്കുന്ന വ്യക്തി ചുറ്റും കെട്ടി നമ്മൾ നിലത്തിട്ട് റോൾ ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണ് തീ കെടുത്താൻ നമ്മൾ നോക്കേണ്ടത്. അത് കഴിഞ്ഞ ശേഷം
വൃത്തിയുള്ള ഒരു ബ്രീഫായിട്ട് കുറച്ച് നേരം വേണമെങ്കിൽ തണുത്ത വെള്ളം എന്തെങ്കിലും ഒഴിക്കാം. ഒരുപാട് നേരം ഒഴിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷോക്ക് വരാനുള്ള സാധ്യതയുണ്ട്. തണുത്ത വെള്ളം കൂടുതൽ ഒഴിച്ചാലും ഷോക്ക് വരാം. അപ്പോൾ വെള്ളം ഒഴിച്ച ശേഷം അത് ഒരു വൃത്തിയുള്ള ഒരു ക്ലീൻ ആയിട്ടുള്ള ഷീറ്റോ ബ്ലാങ്കറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മെല്ലെ പൊതിഞ്ഞ് ഇൻഫെക്ഷൻ വരാണ്ട് ഉടനെ തന്നെ രോഗിയെ ആസ്പത്രിയിലേക്ക് എത്തിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കാലതാമസം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഷോക്ക് ഒഴിവാക്കാനായിട്ട് പൊള്ളലേറ്റ ഭാഗം ഹൃദയത്തിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പൊക്കി പിടിക്കണം. മാത്രമല്ല കാല് രണ്ടും ഒരു 10-12 ഇഞ്ചസ് നിലത്ത് നിന്ന് പൊക്കി വയ്ക്കുക. അങ്ങനെയായാലും ഷോക്ക് ഒരു അളവിന് വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. എത്രയും പെട്ടെന്ന് ആസ്പത്രിയിൽ എത്തിക്കാനുള്ള സാധ്യത. ഇപ്പോൾ 2 മണിക്കൂറൊക്കെ വൈകുകയാണ്, രോഗിക്ക് ബോധമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ വെള്ളം കൊടുത്ത് സഹായിക്കാം. ഈ വെള്ളം നഷ്ടപ്പെടുന്നതിനനുസരിച്ച് കുറച്ച് വായിൽ കൂടെ വെള്ളം കുടിക്കാനായിട്ടും കൊടുക്കാം. ഈ നാട്ടുമരുന്നുകളായിട്ടുള്ള ഈ തേന്, വെണ്ണ, നെയ്യ്, പലവിധ ഇതൊന്നും പൊള്ളലിൽ ഉപയോഗിക്കാൻ പാടില്ല. കാരണം ഇതൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് ഇൻഫെക്ഷനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും. അപ്പോൾ ഉടനെ തന്നെ പൊള്ളലുകളിൽ ചെയ്യേണ്ടത് വെള്ളത്തിൽ മുക്കി വയ്ക്കുക. വെള്ളത്തിൽ മുക്കി വയ്ക്കുമ്പോൾ ഐസ് വാട്ടറോ ഐസോ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നീട് അത് ലൂസായിട്ടുള്ള ഒരു ബാൻഡേജ് കെട്ടി വേണമെങ്കിൽ ഒരു ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ ഡോക്ടറുടെ അടുത്തേക്ക് പോവുക. എങ്ങനെയായാലും ചെറിയ പൊള്ളലുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ടത് ടാപ്പ് വാട്ടറിൻ്റെ അടിയിൽ കാണിക്കുക, അല്ലെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നെ വേദന കുറയുന്നത് വരെ നമ്മളത് ചെയ്തുകൊണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയ ആൻറ്റിബയോട്ടിക് ഓയിൻമെൻറ്റ് എന്തെങ്കിലും അപ്ലൈ ചെയ്തിട്ട് ലൂസായിട്ടുള്ള ബാൻഡേജും കെട്ടിയിട്ട് ഒരിക്കലും അഡ്ഹസീവ് ടേപ്പ് ഉപയോഗിക്കാൻ പാടില്ല പൊള്ളുമ്പോൾ. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാനുള്ളത്, ഇപ്പോൾ പൊള്ളലേറ്റ സ്ഥലത്ത് കുറച്ച് ശക്തിയുള്ള പൊള്ളലാണ്, 3rd ഡിഗ്രി അല്ലെങ്കിൽ 2nd ഡിഗ്രി ബേൺസിൽ ഒട്ടിക്കിടക്കുന്ന തുണി ഉണ്ടെങ്കിൽ അത് മാറ്റാൻ ഒരിക്കലും ശ്രമിക്കരുത്. അതിൻ്റെ കൂടെ നമ്മുടെ തോലും കൂടെ ഉരിഞ്ഞു വരും. അത് കാരണം അങ്ങനെയുള്ള സ്ഥലത്ത് തുണി മാറ്റാൻ ഒരിക്കലും ശ്രമിക്കരുത്. ഉടനെ തന്നെ ആസ്പത്രിയിൽ കൊണ്ടുപോകുന്നത്.